നമസ്കാരം. ആൽഫ പാലിയേറ്റീവ് കെയർ ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ആൽഫ പുനലൂർ സെന്ററിന്റെ നേതൃത്വത്തിൽ ആൽഫ എല്ലാവരിലും എപ്പോഴും എന്ന ക്യാമ്പയിന്റെ ഭാഗമായി കുതിരച്ചിറ റെസിഡൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. പാലിയേറ്റീവ് പരിചരണത്തിന്റെ ആവശ്യകതയെക്കുറിച്ചും ആൽഫയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചും ആൽഫ വിഷൻ 2030 സ്റ്റേറ്റ് കോർഡിനേറ്റർ അംജിത് കുമാർ ക്ലാസ് എടുത്തു. പരിപാടിയിൽ സെന്റർ സെക്രട്ടറി സലീംകുട്ടി, വിഷൻ 2030 കൊല്ലം ജില്ലാ കോർഡിനേറ്റർ അക്ഷയ് ബാബു എന്നിവർ നേതൃത്വം നൽകി. പരിപാടിയിൽ കുതിരച്ചിറ റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ആശ്രമത്ത് ഗോപാലകൃഷ്ണപിള്ള, സെക്രട്ടറി മാത്യു വർഗീസ്, വൈസ് പ്രസിഡന്റ് ശശിപിള്ള പടിപ്പുരയിൽ, ട്രഷറർ ഡോക്ടർ തോമസ് VI തുടങ്ങിയവരും അസോസിയേഷന്റെ മറ്റംഗങ്ങളും പങ്കെടുത്തു. ക്ലാസിനു ശേഷം ECS വഴി രോഗി പരിചരണം സ്പോൺസർ ചെയ്യുന്നതിനെ കുറിച്ചും രോഗി പരിചരണത്തിൽ സന്നദ്ധ പ്രവർത്തകരുടെ ആവശ്യകതയെക്കുറിച്ചും ചർച്ചകൾ നടന്നു. തുടർന്ന് പാലിയേറ്റീവ് കെയർ പ്രവർത്തനങ്ങൾ പ്രദേശത്ത് വ്യാപിപ്പിക്കുന്നതിനായി പ്രവർത്തിക്കാൻ അംഗങ്ങൾ തീരുമാനിച്ചു. വീഴ്ചയിലും തളർച്ചയിലും നിന്ന് ആത്മവിശ്വാസം കൊണ്ടും കഠിന പ്രയത്നം കൊണ്ടും തിരിച്ചു വരുന്നവർക്കിടയിലേക്ക് കുട്ടനാട്ടുകാർക്ക് ഉയർത്തിക്കാണിക്കാവുന്ന പേരാണ് സുരേന്ദ്രന്റേത്. തലവടി ഗ്രാമത്തിലെ അറിയപ്പെടുന്ന കാർപ്പന്ററായിരുന്ന സുരേന്ദ്രന് 4 വർഷം മുൻപ് ശരീരത്തിന്റെ ഒരു വശം സ്ട്രോക്ക് വന്നു തളർന്നപ്പോൾ നഷ്ടമായത് ജീവിതവൃത്തിയേക്കാൾ മരത്തിൽ കവിത തീർക്കുന്ന കലാസപറ്റിയായിരുന്നു. ജീവിതത്തിന്റെ താളം തെറ്റിച്ച ആ തളർച്ചയിൽ നിന്ന് പൂർണ്ണമോചനത്തിന് കാത്ത് നിരാശപ്പെടുന്നതിനു പകരം പുതിയൊരു ജീവിതം കെട്ടിപ്പടുക്കാൻ സുരേന്ദ്രനെ സഹായിച്ചത് ആൽഫ കുട്ടനാട് കേന്ദ്രത്തിൽ നിന്ന് ലഭിച്ച പാലിയേറ്റീവ് ഫിസിയോതെറാപ്പിയായിരുന്നു. ഫിസിയോതെറാപ്പിസ്റ്റ് ജിഞ്ചുവും സഹപ്രവർത്തകരും കുട്ടനാട് സെന്ററിന്റെ ഭാരവാഹികളും ഒപ്പം നിന്നപ്പോൾ സുരേന്ദ്രൻ കുറവുകളെ മറന്ന് നേട്ടങ്ങളുടെ പുറകെയാണിന്ന്. കഠിന പ്രയത്നങ്ങളിലൂടെ മരങ്ങളിൽ സുരേന്ദ്രൻ വിരിയിക്കുന്ന കവിതകളിലാണ് ഇന്ന് ഏവരുടെയും ശ്രദ്ധ. ഇക്കഴിഞ്ഞ ദിവസം ആൽഫ ഗവേണിംഗ് കൗൺസിൽ അംഗങ്ങൾ പാലിയം ഇന്ത്യ സ്ഥാപകൻ പത്മശ്രീ ഡോക്ടർ രാജഗോപാലിനെ കണ്ടപ്പോൾ സമ്മാനിച്ചത് സുരേന്ദ്രൻ ഉണ്ടാക്കിയ ശില്പങ്ങളായിരുന്നു. സുരേന്ദ്രന്റെ ശില്പങ്ങൾ സുവനീറുകളായി ഇന്ന് വീടുകളിലും സ്ഥാപനങ്ങളിലും ഇടം പിടിക്കുമ്പോൾ അത് സുരേന്ദ്രന് വരുമാന മാർഗവുമാകുന്നു. ഈ നേട്ടവും സന്തോഷവും സുരേന്ദ്രന്റേതു മാത്രമല്ല, ഒരു നാടിന്റെ പ്രതീക്ഷയും വെളിച്ചവുമാകുന്ന ആൽഫ കുട്ടനാട് സെന്ററിന്റേതുമാണ്. അവിടെ സുരേന്ദ്രന്റെ കൈകൾക്ക് ബലമേകുന്ന ഫിസിയോതെറാപ്പിസ്റ്റ് ജിഞ്ചുവും സുരേന്ദ്രന്റെ പ്രവർത്തനങ്ങൾക്ക് ഊർജമേകുന്ന ആൽഫയുടെ ഭാരവാഹികളും പ്രോത്സാഹനവുമായി കൂടെ നിൽക്കുന്ന പുനർജനിയിൽ പരിചരണത്തിനെത്തുന്നവരും സുരേന്ദ്രന്റെ കുടുംബവും ഈ നേട്ടത്തിൽ അഭിമാനം കൊള്ളുന്നു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. ജയ് ഹിന്ദ്.